ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. മത്തായി 6:24. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ക്രിസ്തീയ ജീവിതം ഇന്നും പരിപക്വമാകാത്തതിനാൽ ചഞ്ചല ഹൃദയരായി മനസ്സിൽ ഭാരം അനുഭവിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. അവർ ദൈവവചനം പഠിക്കുകയും ക്രിസ്തീയ കൂട്ടായ്മയിലും ആരാധനയിലും സംബന്ധിക്കുകയും ചെയ്യുന്നെങ്കിലും പരാജയങ്ങൾ വിട്ടുമാറുന്നില്ല. ജീവിതത്തിൽ അംഗീകരിച്ച ലക്ഷ്യം പ്രായോഗികമാക്കുന്ന ജീവിതവും പൊരുത്തപ്പെടാത്തതിനാൽ മനസ്സമാധാനം ഇല്ലാതാക്കുന്നു. ദൈവസംസർഗം ആഗ്രഹിക്കുകയും അതോടൊപ്പം പാപവഴിയിലെ രസം അനുഭവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിനാലാണ് ഈ പരിതാപകരമായ നിലയിൽ വന്നു ചേരാൻ ഇടയാകുന്നത്. സ്വന്തം ജീവിതത്തെ വിശുദ്ധമാക്കാതെ ദൈവ സാന്നിധ്യത്തിന്റെ സമാധാനം കൂടി നേടണമെന്ന് ആഗ്രഹിച്ചാൽ അത് അസാധ്യമാണ്. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് ഈ സത്യം വ്യക്തമാക്കുവാനാണ്. രണ്ട് വഞ്ചികളിൽ കാൽ വെച്ച് യാത്ര ചെയ്യുന്നതിന് തുല്യമാണ്. വെള്ളവും തീയും ഒരുമിച്ച് സൂക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെ അസാധ്യമാണ്. ദൈവത്തെയും മാമോനെയും പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. അനേകം ക്രിസ്ത്യാനികളുടെ ജീവിതം ശക്തിയില്ലാത്തതും പ്രയോജനരഹിതവും ആകുന്നതിന്റെ രഹസ്യം ഇതാണ്. ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ തീരുമാനമെടുത്തവരെ പരിശുദ്ധാത്മാവ് ഒരിക്കലും പൂർണ്ണമായി വിട്ടുപോകുകയില്ല. മനസാക്ഷിയിലൂടെ ആത്മാവ് പ്രേരണ തന്നുകൊണ്ടിരിക്കും. വികാരങ്ങളുടെ വേലിയേറ്റത്തിൽപ്പെട്ട് മനസാക്ഷിക്ക് വിപരീതമായി പ്രവർത്തിച്ചാൽ ആയുഷ്കാലം മുഴുവൻ നാം നമുക്ക് തന്നെ നരകം സൃഷ്ടിക്കുകയായിരിക്കും. ഒരു തീരുമാനത്തിലും എത്താതെ ജീവിച്ചാൽ അവസാനം പശ്ചാത്തപിക്കേണ്ടി വരും. രഹസ്യമായി നാം പരിരക്ഷിക്കുന്ന പാപ വഴികളെ ഉപേക്ഷിച്ചാൽ സ്വർഗത്തിന്റെ വാതിൽ നമുക്കായി തുറക്കപ്പെടുന്ന അനുഭവം ലഭിക്കും. ജീവിത വിശുദ്ധി കൂടാതെ സമാധാനം ലഭിക്കുകയില്ല. അതിനുള്ള അനുഗ്രഹം കർത്താവായ ഈശോ നമുക്കേവർക്കും പരിശുദ്ധാത്മാവിലൂടെ നൽകട്ടെ. പരിശുദ്ധമ്മ IMS അമ്മ നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.